ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിനു വേണ്ടി അരക്കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടലയൊക്കെ കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ചേനയാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചക്കായാണ്. ഞാനതിൻ്റെ തോലൊക്കെ മാറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചക്കായാണ് എടുത്തത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കുക്കായി വരണം. ഈ സമയത്ത് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇതിനു വേണ്ടി അരക്കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നല്ലപോലെ അരഞ്ഞു പോകാനും പാടില്ല. ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കടലയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കടലയൊന്ന് കുക്കായി വരാൻ എനിക്ക് 5 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ തേങ്ങയുടെ കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പച്ചക്കായും ചേനയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പിന്നെ ഇതിലേക്ക് കടല ചേർത്തപ്പോൾ കുക്ക് ചെയ്ത സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കടലയിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നല്ലപോലെ തിളച്ച് ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. കൂട്ടുകറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ശർക്കരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.